49-ാം സംഗീതം. എല്ലാവരും എടുത്ത് വിശ്വസിക്കുന്നു. 49-ാം സംഗീതം. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പിൻ, സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവീൻ. എന്റെ വായി ജ്ഞാനം പ്രസ്താവിക്കും, എന്റെ ഹൃദയത്തിലെ ധ്യാനം വിവേകം തന്നെ ആയിരിക്കും. അകത്യം എന്റെ കുതികാലിനെ പിന്തുടരുന്നു, എന്നെ വളയുന്ന ദുഷ്കാലത്ത് ഞാൻ ഭയപ്പെടുന്നത് എന്തിന്? സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്ക് ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത് അതൊരു നാളും സാധിക്കില്ല. ഞങ്ങളുടെ ഭവനങ്ങൾ ശാശ്വതമായും തങ്ങളുടെ വാസസ്ഥലങ്ങൾ തലമുറ തലമുറയായി നിൽക്കും എന്നിങ്ങനെയാകുന്നു അവരുടെ അന്തർഗതം. തങ്ങളുടെ നിലങ്ങൾക്ക് അവർ തങ്ങളുടെ പേരിടുന്നു. ഇത് സ്വയാശ്രയക്കാരുടെ ഗതിയാകുന്നു. അവരുടെ അനന്തരവരും അവരുടെ വാക്കുകളിൽ ഇഷ്ടപ്പെടുന്നു. എങ്കിലും എന്റെ പ്രാണനെ ദൈവം പാതാളത്തിന്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കും. അവൻ എന്നെ കൈക്കൊള്ളും. അവൻ മരിക്കുമ്പോൾ യാതൊന്നും കൊണ്ടുപോകുകയുമില്ല. അവന്റെ മഹത്വം അവനെ പിൻചെല്ലുകയുമില്ല. അവസാന വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. ദൈവത്തെ ആരാധിക്കുവാൻ നമ്മളെ തന്നെ ദൈവരംഗി സമർപ്പിക്കാമല്ലോ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. Yeah.
നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിച്ചുവല്ലോ. നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം ജീവിതയാത്രയിൽ ഇത്രത്തോളം നമ്മളെ പരിപാലിച്ച ദൈവത്തിന്റെ കൃപകൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടെ സ്തോത്രം ചെയ്യാം. എല്ലാവരും മധുരങ്ങളെ തുടർന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ ശത്രുവിന്റെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ വെല്ലുവിളിയുടെ നടുവിൽ ഹല്ലേലൂയ സ്തോത്രം മാനുഷികപരമായിരിക്കുന്ന സ്നേഹബന്ധങ്ങളൊക്കെയും നമ്മളെ വിട്ട് ഹല്ലേലൂയ മാറിപ്പോയപ്പോൾ, നമ്മളെ മറന്നുപോയപ്പോൾ ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മൾ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നിന്നതല്ല, ദൈവം നമ്മളെ നിർത്തിയതാണ്. ഹല്ലേലൂയ സ്തോത്രം. വേർക്കാലം നിന്നത് ഹല്ലേലൂയ നാം നിന്നതല്ല കേട്ടോ, ദൈവം നമ്മളെ നിർത്തിയതാണ്. ഹല്ലേലൂയ സ്തോത്രം. തിരമാല പോലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിത പടകിന് നേരെ ആഞ്ഞടിച്ചപ്പോൾ ഒരു നിമിഷം നാം പതറിപ്പോയ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ രാത്രിയുടെ യാമങ്ങളിൽ നിലവിളിച്ച അനുഭവങ്ങളെ ഇതുപോലെ കാലം ദൈവത്തിന്റെ ആത്മാവ് കാണുകയാണ്. അവൻ നിന്നെ ഹല്ലേലൂയ സ്തോത്രം അനാഥനായി കൈവിടുന്ന ദൈവമല്ല, അവൻ നിന്നെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല, അവൻ നിന്നെ എത്തിക്കാമെന്ന് പറഞ്ഞെടുത്ത് അവൻ എത്തിക്കുന്ന ദൈവമാണ്. മാനുഷികപരമായിരിക്കുന്ന എല്ലാ ബന്ധങ്ങളും മാറിപ്പോകുമ്പോൾ, എല്ലാ സ്നേഹങ്ങളും അകന്നു പോകുമ്പോൾ ഹല്ലേലൂയ നമ്മളെ വീണ്ടെടുത്ത ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം ആ ദൈവത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യാം. യോസേഫിനെ പോലെ നീ ഹല്ലേലൂയ സ്തോത്രം സഹോദരന്മാരുടെ അടുക്കൽ നീ ഓടി വന്നു. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ സ്നേഹത്തോടുകൂടെ സംസാരിക്കുമെന്ന്, സ്നേഹത്തോടുകൂടെ ഹല്ലേലൂയ സ്തോത്രം പ്രവർത്തിക്കുമെന്ന് ഹല്ലേലൂയ സ്തോത്രം യോസേഫ് വിചാരിച്ചപ്പോൾ യാതൊരു സ്നേഹത്തിന്റെ കണികകളും പോലും കാണാതെ ക്രൂരമായിരിക്കുന്ന ഹൃദയങ്ങളുടെ ഹല്ലേലൂയ പ്രവർത്തനങ്ങൾ അവരുടെ വെളിയിലേക്ക് വന്നപ്പോൾ അവന്റെ വസ്ത്രം കീറി ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ കുഞ്ഞാടിനെ കൊന്നതിന്റെ മേൽ ഹല്ലേലൂയ സ്തോത്രം അതിന്റെ മേൽ പുരട്ടി ഹല്ലേലൂയ സ്തോത്രം യോസേഫിനെ പൊട്ടക്കടത്തിൽ ഹല്ലേലൂയ സ്തോത്രം തള്ളിയിട്ടു. ഹല്ലേലൂയ മിദ്യാനെ കച്ചവടക്കാർക്ക് ഹല്ലേലൂയ സ്തോത്രം കൊടുത്തു വിട്ടപ്പോൾ ഹല്ലേലൂയ യോസേഫിനോടുകൂടെ ഹല്ലേലൂയ ഒരു ദൈവം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ സഹോദരങ്ങൾ മാറിപ്പോകട്ടെ, ബന്ധുമിത്രാദികൾ മാറിപ്പോകട്ടെ, നിന്നെ കരുതാമെന്ന് പറഞ്ഞവർ മാറി നിൽക്കട്ടെ, എന്നാൽ കൂടെ ഒരു ദൈവമുണ്ട്. കിണറ്റിൽ കിടന്നാലോ, ഭക്തികളുടെ ഭവനത്തിലായിരുന്നാലോ, പറവോട്ടെ ഹല്ലേലൂയ തടവറയിലായിരുന്നാലോ, യഹോവ കൂടെ ഉണ്ടെങ്കിൽ അവൻ നിന്നെ ഉയർത്തുന്ന ദൈവമാണ്, അവൻ നിന്നെ സഹായിക്കുന്ന ദൈവമാണ്, അവൻ നിന്നെ ശക്തീകരിക്കുന്ന ദൈവമാണ്. ലോകാവസാനമെല്ലാം നാളെ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, ഞാൻ നിങ്ങളെ അനാഥരായി കൈവിടുകയില്ല, ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ യേശുവിന്റെ സന്നിധിയിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയങ്ങളെ പകർന്നുകൊണ്ട് അല്പസമയം എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഇരുകരങ്ങളെയും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരൂ? എന്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നുവെന്ന് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഇരുകരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ സ്തോത്രം വിശ്വാസത്തിന്റെ കണ്ണ് സ്വർഗത്തിലേക്ക് ഉയർത്തി ഹനുമാനാഥന്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി സ്വർഗം ചലിച്ചു തുടങ്ങുകയാണ്. ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി ദൈവത്തിന്റെ കരം ചലിച്ചു തുടങ്ങുകയാണ്. ആരും കാണാത്ത ചില വഴികളെ, ആരും അറിയാത്ത ചില വഴികളെ ഇന്ന് പകലിൽ ദൈവം നിനക്ക് വേണ്ടി തുറക്കുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം നിരാശയോടുകൂടെ ആയിരിക്കുന്ന ഹൃദയങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ സൗഖ്യം പ്രാപിക്കട്ടെ. വേദനയോടുകൂടെ ആയിരിക്കുന്ന ഹൃദയങ്ങൾ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ദൈവ ശക്തിയായി, ദൈവിക സമാധാനമായി, ദൈവ സന്തോഷമായി വ്യാപരിക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നാളും നിന്നെ ഉപേക്ഷിക്കയില്ലെന്ന് പരമാർത്ഥമായവൻ ചൊല്ലിയിട്ടുണ്ട്. ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്ന് പരമാർത്ഥമായവൻ ചൊല്ലിയിട്ടുണ്ട്. എന്നെ വിളിച്ചവൻ, എന്നെ രക്ഷിച്ചവൻ എന്നാളും എന്നോട് കൂടെയുണ്ട്. എന്നെ വിളിച്ചവൻ, എന്നെ രക്ഷിച്ചവൻ എന്നാളും എന്നോട് കൂടെയുണ്ട്. ആകാശം ഭൂമിയും ആകെ ഒഴിഞ്ഞാലും ആയവൻ വാക്കിനു ഭേദമില്ല. ആകാശം ഭൂമിയും ആകെ ഒഴിഞ്ഞാലും ആയവൻ വാക്കിനു ഭേദമില്ല. എന്നെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. പരിശുദ്ധനായ ദൈവമേ, സുപ്രസിദ്ധനായ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ വിശുദ്ധ പകൽക്കാലം ദൈവസന്നിധിയിൽ കടന്നു ദൈവത്തെ ആരാധിക്കുവാൻ, ബോധപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥിപ്പാൻ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തിയല്ലോ. ഇന്ന് പകൽക്കാലം ദൈവവചനത്തിന് മുമ്പാകെ ഞങ്ങളായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ, ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇതിലെ കേൾക്കുന്ന വചനമടിയനും കേൾക്കുന്നവർക്ക് ഒരുപോലെ അനുഗ്രഹമായി തീരുവാൻ തിരുവഴുത്തിനെ സ്വർഗത്തിലെ ദൈവം പ്രകാശിപ്പിക്കുമാറാകണം. ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കണമേ എന്ന് അടിയനോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ എല്ലാവർക്കും സ്ഥാനം. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതെന്നല്ല വിശുദ്ധ പകലിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവപാദപീഠത്തിൽ നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം നൽകിയ ഈ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവപാദപീഠത്തിൽ ഹല്ലേലൂയ സ്തോത്രരായിരിക്കുന്ന ദൈവമക്കൾ പ്രത്യേക ദൈവദാസൻ പാസ്റ്റർ സ്തോത്രം. ഹല്ലേലൂയ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വലിയ സന്തോഷത്തോടു കൂടി ഒരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചുവല്ലോ. ഇന്ന് പകൽക്കാലം വായിച്ച സങ്കീർത്തന ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാൻ 49-ാം സങ്കീർത്തനമാണ് നാം വായിക്കുവാൻ വേണ്ടിയിടയായി തീർന്നത്. സംഗീത പ്രമാണിക്ക് കോരപുത്രന്മാരുടെ ഒരു സങ്കീർത്തനം എന്ന് ഇതിൽ കാണുവാൻ വേണ്ടി സാധിക്കുന്നു. ഈ സങ്കീർത്തനത്തിൻ്റെ രചയിതാക്കൾ കോരഹപുത്രന്മാരാണ്. ദൈവത്തിൻ്റെ ആലയത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ഹല്ലേലൂയ സ്തോത്രം ആളുകളാണ് കോരഹിന്റെ പുത്രന്മാർ. ഹല്ലേലൂയ സ്തോത്രം. അവരെ പറ്റി ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ. സ്തോത്രം. ഹല്ലേലൂയ 49-ാം സങ്കീർത്തനം നാം വായിക്കുമ്പോൾ സ്തോത്രം. ഹല്ലേലൂയ ദൈവം മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ വീണ്ടെടുപ്പിനെ പറ്റിയാണ് ഇവിടെ കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ
ഹല്ലേലൂയ, ദൈവത്തിന്റെ വീണ്ടെടുപ്പ് സ്തോത്രം നമുക്ക് ഈ സങ്കീർത്തനത്തിൽ കാണുവാൻ വേണ്ടി സാധിക്കുന്നു. ഈ ലോകത്തിലെ ഭൗതിക സ്തോത്രം വസ്തുക്കളുടെ അല്ലെങ്കിൽ ഭൗതികമായിരിക്കുന്ന സമ്പത്തുകളുടെ നശ്വരതയെപ്പറ്റി സങ്കീർത്തനക്കാരൻ ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എങ്കിലും ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവമക്കളുടെ നിത്യമായ പ്രത്യാശയെ പറ്റിയും ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. സ്തോത്രം. അതിന്റെ 1-2 വേദഭാഗങ്ങൾ ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കും. സ്തോത്രം. ഇവിടെ പറയുകയാണ്, സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പിൻ, സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവീൻ. സാമാന്യ ജനവും ശ്രേഷ്ഠ ജനവും ധനവാന്മാരും ദരിദ്രന്മാരും തന്നെ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ സങ്കീർത്തനക്കാരൻ സ്തോത്രം ഒരു പ്രത്യേകമായിരിക്കുന്ന സ്തോത്രം കാര്യം ഹല്ലേലൂയ വിളിച്ചു പറയുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. എന്താണ് പറയുന്നത്? ആരാണ് കേൾക്കേണ്ടത്? അത് എല്ലാവരും കേൾക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തെ പറ്റി, ദൈവത്തിന്റെ രക്ഷയെ പറ്റി, ദൈവത്തിന്റെ വീണ്ടെടുപ്പിനെ പറ്റി ആര് കേൾക്കണം? സകല ആളുകളും കേൾക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പീൻ, സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവിൻ. സാമാന്യ ജനവും ശ്രേഷ്ഠ ജനവും ധനവാന്മാരും ദരിദ്രന്മാരും തന്നെ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവ സ്തോത്രം വചനത്തിന് സ്തോത്രം ഹല്ലേലൂയ ആർക്കും യാതൊരു വിലക്കുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. അത് സാമാന്യ ജനമായിക്കൊള്ളട്ടെ, ശ്രേഷ്ഠ ജനമായിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഉന്നതരാണെങ്കിലും സമൂഹത്തിൽ താണവരാണെങ്കിലും ധനവാന്മാരാണെങ്കിലും ദരിദ്രന്മാരാണെങ്കിലും എന്ത് കേൾക്കണം? ദൈവത്തിന്റെ വചനം കേൾക്കണം, ദൈവത്തിന്റെ രക്ഷ കേൾക്കണം, ദൈവത്തിന്റെ വീണ്ടെടുപ്പിനെ പറ്റിയുള്ള അനുഭവങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കുന്നവരായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. കാരണം ദൈവത്തിന് മുഖപക്ഷമില്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം സകലരെയും ഹല്ലേലൂയ സ്തോത്രം ഒരുപോലെയാണ് സൃഷ്ടിച്ചത്. സ്തോത്രം. സകലരെയും ദൈവം സ്നേഹിക്കുന്നു, സകലരെയും സകലർക്കും വേണ്ടി ദൈവം കരുതുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുന്നുണ്ട് ഹല്ലേലൂയ സ്തോത്രം, അവൻ എല്ലാവർക്കും ഹല്ലേലൂയ വെയിലും മഴയും മഞ്ഞും കൊടുക്കുന്ന ദൈവമാണ്. ദൈവത്തിന് മുമ്പാകെ ആർക്കും മുഖവശമില്ല. അതുകൊണ്ട് ആര് കേൾക്കണം? ഇതെല്ലാവരും കേൾക്കണം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ അതിർവരമ്പ് വെച്ചിരിക്കുന്നത് മനുഷ്യൻ മാത്രമാണ്. ദൈവത്തിന് അതിർവരമ്പുകളില്ല. സ്തോത്രം. ഹല്ലേലൂയ. പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ സ്തോത്രം ഹല്ലേലൂയ കറുത്തവനെന്നോ വെളുത്തവനെന്നോ സ്തോത്രം ഹല്ലേലൂയ വിദ്യയുള്ളവനെന്നോ വിദ്യ ഇല്ലാത്തവനോ എന്നുള്ള ഹല്ലേലൂയ സ്തോത്രം ഭേദങ്ങളൊന്നും ആർക്കില്ല? ദൈവത്തിനില്ല. സ്തോത്രം. അതെല്ലാം ഈ മനുഷ്യൻ ഉണ്ടാക്കിയതാണ്. സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ഈ നന്മ നാം എന്ത് ചെയ്യണം? എല്ലാവരോടും വിളിച്ചു പറയണം. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ ഹല്ലേലൂയ സ്തോത്രം 6 മുതൽ അല്ലെങ്കിൽ 7-8 വേദഭാഗങ്ങളാണ്, 7-8-9 വേദഭാഗങ്ങളാണ് ഈ സങ്കീർത്തനത്തിന്റെ മെയിൻ ഹല്ലേലൂയ സ്തോത്രം വാക്യം എന്ന് പറയുന്നത്. എന്താണ് വായിക്കുന്നത്? വായിച്ചാട്ടെ. 7-8 ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുക്കാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കാനോ ആർക്കും കഴിയില്ല. അവരുടെ പ്രാണൻ വീണ്ടെടുപ്പ് വിലയേറിയത് അത് ഒരു നാളും സാധിക്കില്ല. സ്തോത്രം. ഇവിടെ പറയുന്നു, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത് അത് ഒരു നാളും സാധിക്കുകയില്ല. സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം. അതിന്റെ 6 മുതലുള്ള അല്ലെങ്കിൽ 6 കൂടെ നമ്മൾ ചേർത്ത് വായിക്കുമ്പോഴാണ് എന്തുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഇത് പറയുന്നത്? അവർ തങ്ങളുടെ സമ്പത്തിൽ ആശ്രയിക്കുകയും ധനസമൃദ്ധിയിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. ഈ ലോകത്തിലെ മനുഷ്യന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? തങ്ങളുടെ സമൃദ്ധിയിൽ സമ്പത്തിൽ ആശ്രയിക്കുന്ന, ധനസമൃദ്ധിയിൽ പ്രശംസിക്കുന്ന ആളുകളുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും നമുക്കും അങ്ങനെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നല്ല വീടും കാറും
വസ്തുവകകളുള്ള ആൾക്കാരെ നമ്മൾ പറയും അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്, അവരെല്ലാം സ്തോത്രം വലിയ ഭാഗ്യമുള്ളവരാണെന്ന് പറയും. സ്തോത്രം. എന്നാൽ ഇവിടെ അടുത്ത വാക്യം പറയുകയാണ്, സഹോദരൻ ശവക്കുഴി കാണാതെ ജീവിച്ചിരിക്കേണ്ടതിന്, എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാനോ ആർക്ക് കഴിയും? കാരണം ഒരു മനുഷ്യന്റെ വീണ്ടെടുപ്പ് വില ഈ സമ്പത്ത് കൊണ്ട് നേടുവാൻ സാധിക്കത്തില്ലെന്നാ പറയുന്നത്. ഈ ലോകത്തിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വീട് വയ്ക്കാം, കാർ വയ്ക്കാം, അല്ലെങ്കിൽ വസ്തുവകകൾ വാങ്ങാം, സ്തോത്രം, നല്ല കാര്യങ്ങൾ ചെയ്യാം, ശ്രേഷ്ഠമായിട്ട് പോകാം. എന്നാൽ സ്തോത്രം, ആത്മാവിനെ രക്ഷിക്കുവാൻ ഈ സമ്പത്തിന് കഴിയത്തില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുക. സ്തോത്രം. അപ്പോൾ സഹോദരൻ ശവക്കുഴി കാണാതെ ജീവിച്ചിരിക്കേണ്ടതിന്, സ്തോത്രം, സ്തോത്രം, ഒരുപക്ഷെ സമ്പത്തുള്ളപ്പോൾ, രോഗം വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, അല്ലെങ്കിൽ സ്തോത്രം സാമ്പത്തികമായിരിക്കുന്ന പ്രയാസങ്ങൾ വരുമ്പോൾ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ സമ്പത്ത് കൊടുത്ത് സഹായിക്കാം. എന്നാൽ അവന്റെ പ്രാണനെ വീണ്ടെടുക്കുവാൻ സ്തോത്രം നമ്മുടെ സമ്പത്ത് കൊണ്ട് കഴിയത്തില്ല. സ്തോത്രം. ഇവിടെ പറയുന്നു, അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയ. സ്തോത്രം. ഈ ലോകത്തിൽ സ്തോത്രം പാപിയായിരിക്കുന്ന ഒരു മനുഷ്യന്റെ വീണ്ടെടുപ്പാണ് ഏറ്റവും വിലയേറിയത്. സ്തോത്രം. സങ്കീർത്തനങ്ങളിലും ഒക്കെ നാം പരിശോധിക്കുമ്പോൾ സ്തോത്രം, സഹോദരന്റെ ആ പ്രാണന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാൻ ആർക്ക് കഴിയുമെന്ന് സ്തോത്രം കഴിയുമെന്ന് സങ്കീർത്തനത്തിൽ നമ്മൾ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. 89-ാം സങ്കീർത്തനം അതിന്റെ 48-ാമത്തെ വേദഭാഗം വായിക്കും. 89-ാം സങ്കീർത്തനം 48-ാമത്തെ. ജീവിച്ചിരുന്ന മരണം കാണാതെ ഇരിക്കുന്ന മനുഷ്യനാർ തന്റെ പ്രാണനെ പാതാളത്തിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവനും ആരുള്ളൂ? സ്തോത്രം. ഇവിടെ സങ്കീർത്തനക്കാരൻ ചോദിക്കുകയാണ്, ജീവിച്ചിരുന്ന് സ്തോത്രം അല്ലെങ്കിൽ പാതാളത്തിൽ നിന്ന് തന്റെ മനുഷ്യ അല്ലെങ്കിൽ തന്റെ ആയുസ്സിനെ, തന്റെ ജീവനെ രക്ഷിക്കുന്നത് ആര്? സ്തോത്രം. പാതാളത്തിൽ നിന്ന് ഒരു മനുഷ്യന്റെ പ്രാണനെ രക്ഷിക്കാൻ കഴിയുമോ? സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, സ്തോത്രം, ഒരു മനുഷ്യന്റെ പ്രാണന്റെ വീണ്ടെടുപ്പ് വില എന്ന് പറയുന്നത് ഈ ലോകത്തെക്കാട്ടിലും വലുതായിട്ടുള്ളതാണ്. സ്തോത്രം. ഈ ഭൂമിയെക്കാട്ടിലും ഈ ലോകത്തെക്കാട്ടിലും വിലയേറിയതാണ് ഒരു മനുഷ്യന്റെ പ്രാണന്റെ വില എന്ന് പറയുന്നത്. സ്തോത്രം. ഇന്ന് പകൽക്കാലം അത് എങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സ്തോത്രം. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 18-19 വേദഭാഗം വായിക്കാം. 1 പത്രോസിന്റെ 18-19. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാന്റെ വിലയേറിയ രക്തം കൊണ്ടത്രയെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. സ്തോത്രം. അപ്പോൾ നിങ്ങളെ എങ്ങനെയാ വീണ്ടെടുത്തിരിക്കുന്നത്? സ്തോത്രം. വീണ്ടെടുപ്പ് വില എങ്ങനെയാ സാധ്യമായത്? സ്തോത്രം. ഒന്നുകൂടെ വായിച്ചാൽ വാക്യം. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ അത്രേ. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച്
ദൈവകൃപയിൽ ദൈവവചനം അനുസരിച്ച് മുമ്പോട്ട് പോകുന്ന ഹല്ലേലൂയ സ്തോത്രം ഒരു ദൈവ പൈതൽ ഇനിയോ തന്റെ പ്രാണനെ പറ്റി വേവലാതിപ്പെടേണ്ട കാര്യമില്ല. ഇന്ന് പകൽക്കാലം കുഞ്ഞാടിന്റെ നിർദോഷമായിരിക്കുന്ന ആ വിലയേറിയ രക്തത്താൽ എന്റെ പ്രാണനെ എന്റെ കർത്താവ് വീണ്ടെടുത്തിരിക്കുക. ഒരു വാക്കുകൂടെ വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 45-ാമത്തെ വചനം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും മാത്രമേ വന്നത്. സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യപുത്രൻ ഹല്ലേലൂയ ശുശ്രൂഷ ചെയ്യുവാനും ഹല്ലേലൂയ സ്തോത്രം അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനുമാണ് വന്നിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ വീണ്ടെടുപ്പ് വില എന്ന് പറയുന്നത് എന്താണ്? യേശു ക്രിസ്തുവിന്റെ ജീവനാണ്, യേശു ക്രിസ്തുവിന്റെ രക്തമാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഒരു കാര്യം നാം മനസ്സിലാക്കിക്കൊള്ളണം. ദൈവം നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് ഹല്ലേലൂയ സ്തോത്രം അവന്റെ ജീവൻ കൊണ്ടാണ്, അവന്റെ രക്തം കൊണ്ടാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകൽക്കാലം മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമായിരിക്കുമ്പോൾ ഇന്ന് നാം അനുഭവിക്കുന്ന സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ, ദൈവകൃപയുടെ, ദൈവിക വിടുതലിന്റെ, രോഗസൗഖ്യത്തിന്റെ യേശു ക്രിസ്തുവിന്റെ ജീവനും അവന്റെ രക്തവുമാണ്. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ഇത് ചുമ്മാതുള്ള കാര്യമല്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇത് നമ്മുടെ ചിന്തയ്ക്കനുസരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള കാര്യമല്ല. ഇതിന് വീണ്ടെടുപ്പ് വില കൊടുത്ത ഒരുവനുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. പ്രാണൻ കൊടുത്ത ഒരുവനുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തോത്രം. ഹൃദയം നൽകിയ ഒരുവനുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. വീണ്ടെടുപ്പ് വില നൽകിയ ഒരുവനുണ്ട്. അവനോട് നാം കണക്ക് പറയേണ്ട ഒരു സമയമുണ്ട്. യേശു ക്രിസ്തുവിന്റെ രക്ഷ എന്ന് പറയുന്നത് ഇതെല്ലാം സൗജന്യമാണ്. സൗജന്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് എന്തെങ്കിലും മുടക്കുണ്ടായിട്ടുണ്ടോ ഈ രക്ഷ പ്രാപിക്കുവാൻ? ഒരു മുടക്കം ഉണ്ടായിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, നീയാണ് എന്റെ കർത്താവ്, നീയാണ് എന്റെ ദൈവം എന്ന് ഏറ്റു പറഞ്ഞതല്ലാതെ യാതൊരു മുടക്കും നമുക്കില്ല. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മളെ വീണ്ടെടുത്തിരിക്കുന്ന അവന്റെ വീണ്ടെടുപ്പിന്റെ വില നാം അറിയുന്നവരായിരിക്കണം. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകലിൽ ഹല്ലേലൂയ അവന്റെ വീണ്ടെടുപ്പ് വില മനസ്സിലാക്കിയിട്ട് അവൻ നമ്മളെ രക്ഷിച്ച അനുഭവം അറിഞ്ഞിട്ട് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നാം ഒരിക്കലും ഹല്ലേലൂയ പിന്നോട്ട് പോകുവാൻ നമുക്ക് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അനുവാദമില്ല. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകൽക്കാലം അത് മനസ്സിലാക്കി നാം മുമ്പോട്ട് പോകുന്നവരായിരിക്കണം. അതുകൊണ്ടാണ് 15-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത്, എങ്കിലും എന്റെ പ്രാണനെ ദൈവം പാതാളത്തിന്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കും, അവൻ എന്നെ കൈക്കൊള്ളും. സ്തോത്രം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തെ അറിയാത്തവർ പാതാളം കൊണ്ട് നശിക്കുമ്പോൾ ദൈവത്തിന്റെ ഹല്ലേലൂയ ദാസന്മാരായിരിക്കുന്ന കോരപുത്രന്മാർ പറയുകയാണ്, ഞാൻ പാതാളത്തിൽ ഇറങ്ങിയാലും ദൈവം എന്നെ വീണ്ടെടുക്കും. എങ്കിലും എന്റെ പ്രാണനെ ദൈവം പാതാളത്തിന്റെ അധികാരത്തിൽ നിന്നും വീണ്ടെടുക്കും. ഭയങ്കര ഒരു വെളിപ്പാടാണ്. സ്തോത്രം. ഹല്ലേലൂയ. പാതാളത്തിന്റെ അധികാരത്തിൽ നിന്നും എന്ത് ചെയ്യും? ദൈവം എന്നെ വീണ്ടെടുക്കും. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് പാതാളത്തിന്റെ അധികാരമൊന്നുമില്ല. നമ്മുടെ മേൽ പാതാളത്തിന് അധികാരമില്ല. സ്തോത്രം. ദൈവവചനം വ്യക്തമായിട്ട് നാം പരിശോധിക്കുമ്പോൾ കോരപുത്രന്മാർ എന്ന് പറയുമ്പോൾ പഴയ നിയമ ഹല്ലേലൂയ സ്തോത്രം പഴയ നിയമ കാലഘട്ടത്തിലെ ഹല്ലേലൂയ ദൈവാലയത്തിൽ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന ദൈവഭക്തന്മാരാണ്. അവർ മരിച്ചു, അവർ പാതാളത്തിലേക്ക് പോയി, ഭൗമമർദ്ദീസയിലേക്ക് പോയി. സ്തോത്രം.
എന്നാൽ കർത്താവ് അവനെ വീണ്ടെടുക്കുവാൻ വേണ്ടിയിടയായിത്തീർന്നു. സ്തോത്രം. യേശു ക്രിസ്തു ഹല്ലേലൂയ സ്തോത്രം ഈ ഭൂമിയിൽ മരിച്ചു ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അടക്കപ്പെട്ടു മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പായിട്ട് അവൻ ഭൗമ പർദീസയിൽ കടന്നു ചെന്ന് അവിടെയുള്ള വിശുദ്ധന്മാരെ ഹല്ലേലൂയ സ്വർഗീയ പർദീസയിലേക്ക് അവരുടെ ആത്മാവിനെ സ്വർഗീയ പർദീസയിലേക്ക് ദൈവം കൊണ്ടുപോകുവാൻ വേണ്ടി ഇടയായിത്തീർന്നു. ഈ വെളിപ്പാട് അവർക്ക് മുമ്പേ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് കോരപുത്രന്മാർ പറയുന്നത് അവൻ എന്റെ പ്രാണനെ ഹല്ലേലൂയ പാതാളത്തിന്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കും. പകൽക്കാലം പ്രിയ ദൈവമക്കളെ ഹല്ലേലൂയ ദൈവം നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് സ്തോത്രം. ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ വില എന്ത് ചെയ്യണം? നാം അറിയുന്നവരായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ഭവനത്തിൽ ഹല്ലേലൂയ സ്തോത്രം നമ്മൾ വിലയേറി എന്തെങ്കിലും വാങ്ങിച്ചാൽ സ്തോത്രം ഉപയോഗിച്ചാൽ എത്ര ശ്രേഷ്ഠതയോടുകൂടെയാണ് നാം അതിനെ കൈകാര്യം ചെയ്യുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു വിലയേറിയ കാര്യം വാങ്ങിച്ചാൽ, ഒരു വിലയുള്ള ഒരു സാധനം വാങ്ങിച്ചാൽ നാം എത്ര ശ്രേഷ്ഠതയോടുകൂടെയാണ് ആ കാര്യം നാം ഹല്ലേലൂയ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി നൽകിയ ഈ നിത്യമായ സ്വാതന്ത്ര്യത്തെ എത്ര ശ്രേഷ്ഠതയോടുകൂടെ കൈകാര്യം ചെയ്താലാണ് നമുക്ക് മുമ്പോട്ട് പോകുവാൻ സാധിക്കുക എന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തെ അറിയാത്തവനും ദൈവത്തെ അറിയുന്നവനും തമ്മിലുള്ള സ്തോത്രം വ്യത്യാസവും ദൈവത്തെ അറിയുന്നവന് ദൈവം കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങളെ പറ്റിയാണ് ഇവിടെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. അതിന്റെ 18ാമത്തെ വാക്യം 19ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നു, ഞാൻ ജീവനോടെ ഇരുന്നപ്പോൾ താൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. നീ നിനക്ക് തന്നെ നന്മ ചെയ്യുമ്പോൾ മനുഷ്യർ നിന്നെ പുകഴ്ത്തും. അവൻ തന്റെ പിതാക്കന്മാരുടെ തലമുറയോട് ചേരും. അവർ ഒരു നാളും വെളിച്ചം കാണുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്താണ് ചെയ്യുന്നത്? അവൻ തന്റെ പിതാക്കന്മാരുടെ തലമുറയോട് ചേരും. സ്തോത്രം. ഹല്ലേലൂയ. ഈ ലോകത്തിലെ മനുഷ്യൻ സ്തോത്രം അവരുടെ പ്രവർത്തികൾക്കനുസൃതമായി സ്തോത്രം അവരെല്ലാം ചെന്നെത്തുന്ന ഒരു സ്ഥലമുണ്ട്. ഇന്ന് പകൽക്കാലം കർത്താവിൽ വിശ്വസിച്ച് ദൈവത്തെ ആശ്രയിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവം നമുക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കി വെച്ചിട്ടുണ്ട്. ദൈവം നമുക്ക് വേണ്ടി ഒരു വിശ്രാമ സ്ഥലം ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് നാം എപ്രകാരം എങ്ങനെ അല്ലെ ചിലവഴിക്കുന്നുവെന്ന് ഈ ജീവിതം കൊണ്ട് എന്ത് ചെയ്യണം? നാം ചിന്തിക്കുന്നവരായിരിക്കണം, നാം മനസ്സിലാക്കുന്നവരായിരിക്കണം. അവസാന വാക്യം പറയുന്നു, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. സ്തോത്രം. ഹല്ലേലൂയ. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. വലിയ ആളാണ്. സ്തോത്രം. വലിയ കാര്യം ചെയ്യും. എന്നാൽ ജീവിതത്തിൽ ഒരു ബലഹീനത അല്ലെങ്കിൽ സ്തോത്രം വിവേകഹീനത സംഭവിച്ചാൽ ആ മനുഷ്യന്റെ സ്തോത്രം പാർപ്പിടം എന്ന് പറയുന്നത്, അവന്റെ ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും അധോഗതിയിലായി. സ്തോത്രം. സ്തോത്രം. നമുക്കറിയാം, വേദപുസ്തകത്തിൽ തന്നെ ഒരു കഥാപാത്രമുണ്ട്. സ്തോത്രം. ദാനിയേലിന്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. നെബൂഖദ്നേസർ രാജാവ് തന്റെ രാജസന്നിധിയിൽ നിന്ന് സ്തോത്രം ഇപ്രകാരം പറഞ്ഞു, ഇതെന്റെ സമ്പത്തിനാൽ എന്റെ ശക്തിയാൽ സ്തോത്രം ഞാൻ ഉണ്ടാക്കിയ മഹദിയം ബാബിലോൺ എന്ന് പറഞ്ഞപ്പോൾ ദൈവം അവനെ തൊട്ടു. സ്തോത്രം. ദൈവം അവനെ തൊട്ടപ്പോൾ ഇവിടെ വായിക്കുന്നത് അവന്റെ പാർപ്പ് കാട്ടുമൃഗങ്ങളോടുകൂടെയായിരുന്നു. സ്തോത്രം. അവന്റെ ശരീരത്തിൽ സ്തോത്രം എന്തുണ്ടായി? തൂവലുകൾ വന്നു. സ്തോത്രം. രോമങ്ങൾ വന്നു. സ്തോത്രം. അവനൊരു മൃഗത്തെ പോലെയായി തീർന്നു. സ്തോത്രം. രാജകൊട്ടാരത്തിൽ രാജസിംഹാസനത്തിന്റെ മേൽ സ്വർണം കൊണ്ട് പൂശിയ സിംഹാസനത്തിന്റെ മേലിരുന്ന നെബൂഖദ്നേസർ രാജാവ് ഒറ്റ ചിന്ത മാറിയപ്പോൾ ദൈവം അവനെ തൊട്ടപ്പോൾ അവൻ മൃഗങ്ങളോടുകൂടെ പാർത്തു. അതാണ് പറയുന്നത്, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന
മൃഗങ്ങൾക്ക് തുല്യനത്രേ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആയുസ്, സ്തോത്രം, അത് വിലയേറിയതാണ്. ആത്മാവ് വിലയേറിയതാണ്. അത് ദൈവം മുമ്പാകെ സമർപ്പിച്ച് നാം മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹമായി തീരുവാൻ വേണ്ടിയിടയായി തീരുന്നത്. സ്തോത്രം. നമ്മളെ വീണ്ടെടുത്ത ഒരു ദൈവമുണ്ട്, നമ്മളെ കാണുന്ന ഒരു കർത്താവുണ്ട് എന്ന് മനസ്സിലാക്കി നമുക്ക് മുമ്പോട്ട് പോകാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കാലം ദിവസത്തിൽ കടന്നു വരുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, മുക്തപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ നല്ല ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, കേൾക്കപ്പെട്ട ദൈവജനത്തിന് ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവജന പ്രകാരം മുമ്പോട്ട് പോകുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. ദൈവകൃപയിൽ പരിപാലിക്കണമെന്ന് ഞാൻ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. വിഭജന പ്രകാരം മുമ്പോട്ട് പോകുവാൻ ദൈവം സഹായിക്കണം. ദൈവകൃപയിൽ പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവോട് ബലപ്പെടുത്തണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ സാക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സമയത്ത് എല്ലാവരെയും ശക്തി